ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ ഇന്ന് എന്താണ് കാണിക്കാൻ പോണേന്ന്. ഇന്ന് നമ്മുടെ വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ വിഷുവിന് പറ്റിയൊരു ഡിസൈനിങ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. അപ്പോൾ കസ്റ്റമർ എന്നോട് പറഞ്ഞ ഡീറ്റെയിൽ പ്രകാരമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സാണ് സാരിയിൽ. അപ്പോൾ അതിന് പറ്റിയ ഒരു ഫ്ലവർ ബഞ്ചാണ് നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് കൊല കിടക്കുന്ന പോലെ ഫ്ലവർ ബഞ്ച് കിടക്കുന്ന മാതിരിയാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഈ ഡിസൈനിൻ്റെ ബ്ലൂ പ്രിൻ്റ് വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ ലെങ്ത്ത് പറയുവാണെങ്കിൽ 10 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ ഒത്തിരി നമ്മൾ ഈ ഒരു സാരിയിൽ തയ്ച്ചിട്ടില്ല. ഇത് വൈറ്റ് ചെക്കോട്ട സാരിയാണ്. അപ്പോൾ വൈറ്റ് ചെക്കോട്ട സാരിയുടെ മുന്താണിയിൽ ഇതുപോലത്തെ ഡിസൈൻ, ചെസ്റ്റ് പോർഷൻ ഷോൾഡർ പ്ലീറ്റിൽ, ചെസ്റ്റിലല്ല ഷോൾഡർ പ്ലീറ്റിൽ, ഫ്രണ്ട് പ്ലീറ്റിൽ ഒരു ഡിസൈൻ, പിന്നെ കാലിൻ്റെ അവിടെ ബാക്കിയുള്ള പോർഷൻസിലൊക്കെ ഓരോ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത്, ഫുൾ ബോർഡർ ഇല്ല എന്നാലും പ്ലീറ്റ്സിലില്ല, ബോട്ടം പ്ലീറ്റ്സിലില്ല, ബാക്കി എല്ലാ ഭാഗത്തും ഇതുപോലത്തെ ഇൻഡിവിജ്വൽ ഡിസൈൻ സ്കാറ്റർ ചെയ്താണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് തയ്ക്കാൻ, പക്ഷേ കുറച്ച് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. ബൂളിയൻ നോട്ടും ബ്ലാങ്കറ്റ് സ്റ്റിച്ചൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഓരോ പെറ്റലിന് ഇതുവരെ തയ്ച്ച് വരുമ്പോൾ ഇച്ചിരി ടൈം കൺസ്യൂം ചെയ്യും. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് തയ്ക്കേണ്ടതെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ ബാക്കിയുള്ള സാരിയുടെ മുന്താണി കഴിഞ്ഞിട്ട് ബോർഡർ പോർഷനിൽ ഇതുപോലത്തെ ഇങ്ങനെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് ഷോൾഡർ പ്ലീറ്റിൽ ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ടില്ല, വരച്ചു വെച്ചിട്ടേ ഉള്ളൂ ഇതുവരെ. ഇതാണ് ഫുൾ ഡിസൈൻ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്ക്കേണ്ട എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യത്തെ ഇവിടെ ഞാൻ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞ് ഡിസൈൻ. ഞാനൊരു കുഞ്ഞ് ഡിസൈൻ ഞാൻ തയ്ച്ച് കാണിക്കാം പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡിൻ്റെ കളർ കോഡ്സ് ഒക്കെ ഇതൊക്കെയാണ്. യെല്ലോ 291 ആണ്, ആങ്കർ കളർ കോഡ് 291. ഗ്രീൻ ആണെങ്കിൽ 267 ആണ്. പിന്നെ ഓറഞ്ച് 332 ആണ് കളർ കോഡ്. ഈ ഓറഞ്ചും യെല്ലോയും ഞാൻ 6 സ്ട്രാൻഡ്സ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് ഗ്രീൻ 3 സ്ട്രാൻഡ്സുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് യെല്ലോയും ഓറഞ്ചും അതുപോലെ നമുക്ക് 3 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാലും കുഴപ്പമില്ല. ബൂളിയൻ നോട്ട് നടുക്ക് തയ്ക്കുമ്പോൾ അത് മാത്രം വേണമെങ്കിൽ 6 സ്ട്രാൻഡ്സ് ഇട്ടെടുത്താൽ എടുപ്പ് കിട്ടും. ഞാൻ കുറച്ച് നല്ല എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലീവ്സ് ഫിഷ് ബോൺ തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ലീവ്സ് വേഗം 6 സ്ട്രാൻഡ്സ് വെച്ചിട്ട് ഫിഷ് ബോൺ തയ്ക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഫിഷ് ബോൺ വെച്ചിട്ടാണ് ഫിൽ ചെയ്തത്. ഇത് നമുക്ക് ലീവ്സ് ഫ്ലൈ സ്റ്റിച്ച് വേണമെങ്കിൽ തയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെ തയ്ച്ചിട്ട് ഫ്ലവർ എങ്ങനെയാണോ തയ്ക്കുന്നത് അതുപോലെ തന്നെ ലീഫും വേണമെങ്കിൽ തയ്ച്ചെടുക്കാവുന്നതാണ്. ഇത് എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ലീവ്സാണ് കൂടുതൽ, ഫ്ലവേഴ്സിനേക്കാളും കൂടുതൽ ലീവ്സാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്ച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ഫിഷ് ബോൺ സ്റ്റിച്ച് നമ്മൾ തയ്ച്ചത്. അല്ലെങ്കിൽ ഫ്ലൈ സ്റ്റിച്ച് ആണെങ്കിലും കുഴപ്പമില്ല. ഫ്ലൈ സ്റ്റിച്ച് വരുമ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ചെക്കോട്ടയിൽ അങ്ങനെ ഗ്യാപ്പിട്ട് തയ്ക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് നമ്മൾ അടിയിൽ കൂടെ നൂല് പോകുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ ഫ്ലൈ സ്റ്റിച്ച് തയ്ക്കുകയാണെങ്കിൽ അത് അടുപ്പിച്ച് തയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ല സിൽക്ക് മെറ്റീരിയൽ, കട്ടിയുള്ള റോ കോട്ടൺ മെറ്റീരിയൽ, കട്ടിയുള്ള ജൂട്ട് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് അകത്ത് തയ്ച്ചാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് നോട്ടിടാം. എല്ലാവരും തയ്ച്ച് കഴിഞ്ഞിട്ട് അങ്ങ് നോട്ടിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോട്ടിട്ട് കഴിഞ്ഞാൽ അങ്ങ് കട്ട് ചെയ്ത് കളയുക. അതിന് പകരം ഒന്ന് കൈ വെച്ച് അമർത്തിയിട്ട് ഒന്ന് നോട്ടിനെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ നല്ലോണം ടൈറ്റായിട്ടിരിക്കും. പിന്നെ അത് ഊരിപ്പോരാനുള്ള ഇതുണ്ടാവത്തില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 2 വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ നോട്ട് ചിലപ്പം ആദ്യത്തെ കെട്ട് ഊരിപ്പോരും. പിന്നെ കുറച്ചും കൂടെ അടുത്ത് കഴിഞ്ഞ് 2-3 വാഷും കൂടെ കഴിയുമ്പോൾ അടുത്ത നോട്ടും ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. ഫ്ലവർ പെറ്റൽസാണ്. ഫ്ലവർ പെറ്റൽസ് ഒത്തിരി വലിയ പെറ്റൽസ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 6 സ്ട്രാൻഡ്സ് ഇട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ 6 സ്ട്രാൻഡ്സ് ആകുമ്പോൾ പെട്ടെന്ന് പെറ്റൽ ഫില്ലാകുമല്ലോ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഇതിപ്പം നടുക്കേ കൂടെയാണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഇവിടുന്ന് പുറത്തോട്ടാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നത്, ഉള്ളിൽ നിന്ന് പുറത്തോട്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് പുറത്തോട്ട് പെറ്റലിൽ എവിടെയാണ് വരച്ചേക്കുന്നത് അങ്ങോട്ടേക്കാണ് നമ്മൾ എടുക്കുന്നത്. നീഡിൻ്റെ അടിയിൽ കൂടെ ത്രെഡ് എടുക്കുക, ഇങ്ങനെ വലിക്കുക. ഇത് 6 സ്ട്രാൻഡ്സ് ആണേ.
വീണ്ടും സെൻറ്ററിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ മേളിലോട്ട് വരുന്നു. ഇവിടെ ഒരു 2 വട്ടം എടുത്തിട്ട് വേണം ടേൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പൊങ്ങി വരും. അവിടെ ഉറപ്പില്ല, പെട്ടെന്ന് അങ്ങ് ടേൺ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഉറപ്പിച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ 2 വട്ടം ഒന്ന് അവിടെ യു ഷേപ്പിൻ്റെ അവിടെ 2 വട്ടം ഒരേ ഈക്വൽ ലെങ്ത്തിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തോട്ട് പോരുക. ഇത് ഇവിടെ വെച്ച് ഞാൻ നിർത്തുക. അടുത്ത ഒരെണ്ണം കൂടെ തയ്ക്കാനുണ്ട്, പക്ഷേ ഒരെണ്ണം കൂടെ ഇവിടെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ നിൽക്കും. പിന്നെ ഈ പെറ്റലിൻ്റെ രണ്ടാമത്തെ പെറ്റലിൻ്റെ ഇത് തയ്ക്കാൻ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ ഒരു ഈ ലാസ്റ്റത്തെ ഇത് തയ്ച്ച് നമ്മൾ നിർത്തുകയാണ്. ഏറ്റവും ലാസ്റ്റത്തെ നമ്മൾ തയ്ക്കുന്നില്ല, ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ ഡയറക്ഷനിലുള്ളത് തയ്ക്കുന്നില്ല, ഈ സൈഡിൽ നമ്മൾ തയ്ക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞു പെറ്റലിലാണ് 6 സ്ട്രാൻഡ്സ് ഇട്ട് അത് അതേസമയത്ത് ഇത് 3 സ്ട്രാൻഡ്സ് ആണെങ്കിൽ ചിലപ്പോൾ തയ്ക്കാൻ പറ്റുമായിരിക്കും, കട്ടി കുറവായതുകൊണ്ട്. അപ്പോൾ അതേ സൈഡ് അങ്ങനെ എല്ലാ പെറ്റൽസും ഇതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്ത് നമ്മൾ ആദ്യം ഫില്ല് ചെയ്തെടുക്കും. ഇതിൻ്റെ ലാസ്റ്റത്തെ ഞാൻ എടുക്കുന്നുണ്ട്. അടുത്ത പെറ്റലിലോട്ട് കയറുന്നില്ല, അതുകൊണ്ട് ഞാൻ ലാസ്റ്റത്തെ. അപ്പോൾ ഓരോ പെറ്റൽ നമ്മൾ വരച്ചേക്കണ മാതിരിയായിരിക്കും. ചിലപ്പോൾ അതിന് തയ്ക്കാൻ പറ്റും, ചിലപ്പോൾ തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ ചിലതിൻ്റെ തയ്ക്കണില്ല എന്ന് പറഞ്ഞില്ലേ, പക്ഷെ അത് ഏറ്റവും അവസാനം കാണുമ്പം അതിന് വൃത്തികേടായിട്ട് നമുക്ക് തോന്നത്തില്ല. ഞാൻ കാണിച്ചു തരാം, ഇത് ഫുള്ളും തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു വൃത്തികേടും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പെറ്റലും ഇതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് എല്ലാ ഫ്ലവറും നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലവറല്ല, എല്ലാ പെറ്റൽസും നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് നമ്മൾ ബൂളിയൻ നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബൂളിയൻ നോട്ട് ചെയ്യാനായിട്ട് നമ്മളിത് ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്തിട്ട്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ നമുക്ക് നടുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാനുള്ള, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ നിന്ന് മേലിലോട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. ഇത് ഈ ഒരു ഡിസ്റ്റൻസിന് ഞാൻ 6 ടേൺസ് ഒക്കെയാണ് എടുക്കുന്നത്, നിങ്ങളുടെ ഫ്ലവറിൻ്റെ സൈസ് അനുസരിച്ച്. അപ്പോൾ ഇത് നമ്മൾ 6 ടേൺസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഇതിൻ്റെ സെൻറ്ററിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കി എല്ലാ പെറ്റൽസിൻ്റെ നടുക്കേ കൂടെ ഇതുപോലെ ബൂളിയൻ നോട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ആദ്യം ഒരു പെറ്റൽ ഇതുപോലെ തയ്ക്കുക, പിന്നെ അതിൻ്റെ ഓരോ പെറ്റലിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ തയ്ക്കുക. അപ്പോൾ ഇച്ചിരി ടൈം കൺസ്യൂമിങ്, അതുപോലെ തന്നെ ഇത് ത്രെഡും കൺസ്യൂം ചെയ്യും 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ക്കുന്ന കാരണം. ഇതിപ്പോൾ ഇവിടുത്തെ ഇത് കണ്ടോ, ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്നു. അപ്പോൾ അതൊരു അഭംഗിയായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ഉടക്കി വെക്കുക. ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പോൾ ഒരു ഭംഗി തോന്നത്തില്ല. അപ്പോൾ ഒന്ന് ഉടക്കി വെച്ചിട്ട് നമുക്ക് ബൂളിയൻ നോട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചില കോർണേഴ്സൊക്കെ ഇതുപോലെ പൊങ്ങിയിരിക്കും. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഇത് നമ്മൾ തയ്ക്കുന്ന ഡിസ്റ്റൻസ് അകന്നാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഉടക്കി വെക്കുക, എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൂളിയൻ നോട്ട് ചെയ്ത് ഏറ്റവും അവസാനം നടുക്കൊരു കുഞ്ഞ് ഫ്രഞ്ച് നോട്ട് അല്ലെങ്കിൽ ബീഡ് വെച്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതിപ്പം ഇങ്ങനെ ഒരു ഫ്ലവർ തയ്ക്കുന്നതിന് പകരം ഇപ്പം നമുക്ക് റെഡിമെയ്ഡായിട്ട് മാർക്കറ്റിൽ ലേസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടംമാതിരി പല ഷേപ്പിലുള്ള പല പൂവിൻ്റെ ഡിസൈൻസ് ഉള്ള ലേസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് മേടിച്ചിട്ട് അത് കട്ട് ചെയ്ത് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് അത് സ്റ്റിക്ക് ചെയ്താലും ഇതുപോലെ തന്നെ ഈ സെയിം ഡിസൈനിന് നമുക്ക് അങ്ങനെയാണെങ്കിലും ചെയ്തും എടുക്കാം. ഇങ്ങനത്തെ സെയിം
ത്രെഡ് വർക്ക് തന്നെ വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ ലേസ് എഫക്റ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇത് ചെയ്യുന്നേക്കാളും ഭംഗിയായിരിക്കും. പിന്നെ എംബ്രോയ്ഡറി ഇഷ്ടമുള്ളവർക്ക് ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബൂളിയൻ നോട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന് നടുക്ക് ഒരു ഫ്രഞ്ച് നോട്ടാണ്. അതിന് 6 സ്ട്രാൻഡ്സ് ആണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 12 സ്ട്രാൻഡ്സ് ആണെങ്കിലും എടുക്കാം. എടുത്തിട്ട് ഒരു ചുറ്റിയിട്ട് താത്തിയാൽ മതി. എന്നുവെച്ചാൽ 12 സ്ട്രാൻഡ്സ് എടുക്കാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ തയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇടയത്തെ നടുക്കത്തെ ഹോള് വരുന്നത് കുറച്ച് വലുതാക്കും. അപ്പോൾ 6 സ്ട്രാൻഡ്സിൻ്റെ നോട്ടാണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 12 സ്ട്രാൻഡ്സ് എടുക്കണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ 6 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 ടേൺസ് എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് താഴത്തോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ തീരെ കുഞ്ഞ് ഒന്ന് ചുറ്റിയിട്ട് താഴത്തോട്ട് ചെയ്യുവാണെങ്കിൽ തീരെ കുഞ്ഞതായി പോകും. അപ്പോൾ നമുക്ക് കാണാൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ 2 ചുറ്റിയിട്ടാണ് ഞാൻ താഴ്ത്തുന്നത്. അപ്പോൾ 2 ചുറ്റി എന്നിട്ട് താത്തുകയാണ്. കുറച്ച് ലൂസായിട്ട് തന്നെ, ഒത്തിരി ടൈറ്റായിട്ട് കുഞ്ഞ് നോട്ടല്ല എനിക്ക് വേണ്ടത്. കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലൂസായിട്ട്, നമ്മൾ ചളി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലൂസാക്കണം. അത്ര ലൂസില്ല, എന്നാലും ഫ്രഞ്ച് നോട്ടിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടാണ് വെച്ചേക്കുന്നത്. നോട്ട് പോലെയല്ല, ഒരു ലൂപ്പ് കാണാം നമുക്ക്. ആ ഒരു രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ പാറ്റേൺ തയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ തയ്ച്ച ഒരു പാറ്റേൺ ആണ് നമ്മൾ ആദ്യം കണ്ട ആ ഫ്ലവർ ബഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ഒരു വിഷുവിന് ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.